അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്കറിയാം. അന്ന് ഇഷ്ടമല്ല അതുകൊണ്ടല്ല. പിന്നെ എന്നെന്താ വിശ്വാസം? പിന്നെ എന്തൊരു പ്രശ്നം? ഇപ്രാവശ്യം നമ്മൾ 1 കോടി തൂക്കിയിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഏകദേശമൊക്കെ അരികിലെത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് നല്ല കുട്ടികളായി കയറി സിനിമ കണ്ടു എന്നാണ് സത്യം പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത്. വെരി ഗുഡ്, നല്ല കാര്യം. ഞാനൊരു മമ്മൂട്ടി ഫാനുമാണ്, മോഹൻലാൽ ഫാൻസുമാണ്. അതിലുപരി നല്ലൊരു സിനിമ ആസ്വാദകനാണ്. ഒരാളെ സിനിമ മാത്രമേ കാണൂ അങ്ങനെയൊന്നും സത്യം പറഞ്ഞില്ല. അതിനിപ്പോൾ ആരെ സിനിമയാണെങ്കിലും മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. പക്ഷെ ഒരു നല്ല സിനിമയാണ് മോശം കമന്റ് ഇട്ട് അതേ നശിപ്പിക്കാറില്ല. സത്യൻ്റെയും പ്രേം നസീറിൻ്റെയും കാലം മുതലേ അഭിനയിച്ച് വന്നവരല്ലേ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ. അപ്പം അങ്ങനെ തഴക്കവും പഴക്കവും ചെന്ന കലാകാരന്മാർ ചെയ്യുമ്പോൾ കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും ഒരു കലാസൃഷ്ടിയ. ഇവരെയൊക്കെ കാലം കഴിഞ്ഞാൽ നല്ല സിനിമ നല്ല അഭിനയമൊക്കെ കാണാൻ പറ്റുമോ എന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് മസിലും പിടിച്ച് ഫാൻസുകാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കാതെ കയറി സിനിമ കാണണം.